ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനത്തുമായിട്ട് അല്പനേരം ചേർന്നിരിക്കാൻ ദൈവം നമുക്ക് തന്ന അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ആയുസ്സും ആരോഗ്യവും തന്ന ദൈവത്തെ നന്ദിയോടെ ഓർക്കുന്നു. ഈ മനോഹരമായ കൂടിവരവിലെ ചേർന്ന് നിൽക്കുവാൻ വർഷങ്ങളായി ദൈവം എനിക്ക് തന്ന വലിയ ഭാഗ്യപദവിക്കായി ഞാൻ നന്ദിയോടെ ദൈവസമീപിക്കുകയാണ്. വേദപുസ്തകത്തിലെ ഒരു വാക്യമാണ് യെശയ്യാ പ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായ ദൈവം യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു: മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും നിങ്ങളുടെ ബലം. മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുള്ളൊരു വിഷയം തോന്നിയാലും വളരെ ലളിതമാണ്. വിശ്രമിക്കുന്നതിൽ രക്ഷ, ആശ്രയിക്കുന്നതിൽ ബലം, കാത്തിരിക്കുന്നതിലൂടെ ശക്തി. മനുഷ്യബുദ്ധിക്ക് മനസ്സിലാകാത്ത വലിയൊരു സത്യമാണ്. ഇന്നത്തെ കാലത്ത് എല്ലാവരും ചിന്തിക്കുന്നത് കർത്താവിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം, അധ്വാനിക്കണം, ദൈവത്തെ പ്രസാദിപ്പിക്കാനുള്ള വഴി അതാണെന്ന്. എന്നാൽ ദൈവം പറയുന്നത് അങ്ങനെയല്ല. നീ അടങ്ങിയിരിക്കുക, നീ ആശ്രയിക്കുക, ഞാൻ നിന്നെ ബലപ്പെടുത്തും. അത് ദൈവാത്മാവുള്ളവർക്ക് മാത്രമേ അതിൻ്റെ ആഴം മനസ്സിലാവുകയുള്ളൂ. യെശയ്യാപ്രവചനം 30-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യത്തിൽ പറയുന്നുണ്ട്, അവനായി കാത്തിരിക്കുന്നവരൊക്കെയും ഭാഗ്യവാന്മാർ. അപ്പം ഞാൻ 2 വാക്യങ്ങളോടെ ചേർത്താണ് അല്പനേരം ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. വിശ്രമിക്കുന്നതിലൂടെ ലഭിക്കുന്ന രക്ഷ. മനുഷ്യൻ പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. അവന് ദൈവം വളരെ അധ്വാനിക്കാനായിട്ട് ദൈവം ആഗ്രഹിക്കുന്നില്ല. നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് മാറ്റപ്പെട്ടപ്പോൾ പിശാച് അവരുടെ ഹൃദയത്തിൽ കയറിയപ്പോൾ ദൈവം പറയുന്നൊരു വാക്കാണ്, നീ മണ്ണിനോട് ചേരുന്നത് വരെയും നിൻ്റെ നെറ്റിയിലെ വിയർപ്പ് കൊണ്ട് നീ ഉപജീവനം കഴിക്കും. അപ്പം ദൈവത്തോടു കൂടിയുള്ള കാലഘട്ടത്തിൽ ദൈവം ഒരിക്കലും അത് പറയണില്ല. ദൈവത്തിൽ നിന്ന് മാറിപ്പോകുമ്പോൾ, അവൻ പിശാചിന് ഇടം കൊടുക്കുമ്പോൾ, അവൻ്റെ ലക്ഷ്യം ലോകമാകുമ്പോൾ, അവൻ്റെ ലക്ഷ്യം സ്വന്തം ആത്മീയമാകുമ്പോൾ, അവന് ദൈവത്തെക്കുറിച്ച് വികലമായൊരു കാഴ്ചപ്പാട് ലഭിക്കുമ്പോൾ അവനെ കഠിനാധ്വാനം ചെയ്തിട്ട് വേണം ഈ ലോകത്തിൽ ഉപജീവനം കഴിക്കാൻ. എത്ര കഷ്ടപ്പെട്ടാലും ഓട്ടസഞ്ചിയിലെ പണം പോലെയാണെന്നാണ് പറയുന്നത്. ഒന്നും നിലനിൽക്കില്ല, ഒന്നും ബാക്കി കാണുകയില്ല. എന്നും പ്രശ്നം, എന്നും കഷ്ടത, എന്നും സങ്കടം, എന്നും ദുഃഖം, എന്നും ദുരിതം. ഞാൻ ഓർക്കുകയായിരുന്നേ, ഈ ഇസ്രായേൽ ജനങ്ങളെ മിസ്രൈമിൽ നിന്ന് കൊണ്ടുവന്നപ്പോൾ അവർക്ക് എന്തെങ്കിലും ആവലാതി ഉണ്ടായിരുന്നു? നാളെക്കുറിച്ച് അവർക്ക് ചിന്തിക്കേണ്ട, അവരുടെ ആരോഗ്യത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, വസ്ത്രത്തെക്കുറിച്ച് ചിന്തിക്കേണ്ട, ചെരുപ്പിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒരു ചിന്തയും അവരുടെ ഹൃദയത്തിൽ വരാൻ ദൈവം അനുവദിച്ചിട്ടില്ല. എല്ലാം ദൈവം അവർക്ക് കൊടുത്തു. കാരണം ദൈവത്തിൻ്റെ വിളി കേട്ടിറങ്ങി തിരിച്ചവരാ. കനാൻ ദേശത്തേക്ക് കൊണ്ടുപോകാനുള്ള ഒരു കൂട്ടമാണ്. ദൈവത്തിൻ്റെ സ്വന്തം ജനമാക്കിയെടുക്കാൻ കൊതിക്കുന്ന ദൈവമാണ്. ഫറവോൻ്റെ അടിമനുഖത്തിൽ നിന്നും തൻ്റെ വീര്യമുള്ള ബലം കൊണ്ടും ഉരുക്കു ഭുജം കൊണ്ടും ദൈവം അവരെ രക്ഷിച്ചതാണ്. ദൈവത്തിന് അവരുടെ കാര്യം നോക്കാനുള്ള കടപ്പാടുണ്ട്. ഞാൻ നിങ്ങൾക്കായി കരുതുമെന്നാണ് പറയുന്നത്. ഞാൻ നിങ്ങളുടെ ഭാരം ചുമക്കുമെന്നാണ് പറയുന്നത്. മനുഷ്യന് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. നമുക്കറിയാം, ഈ മന്ന എന്ന് പറയുന്നത് ഒരു ഇടങ്ങടി എല്ലാ ദിവസവും രാവിലെ കിട്ടും. മന്ന അല്ലാതെ അവർക്ക് വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത്രയും അവരുടെ ശരീരത്തിന് പോഷകം വരുന്ന ഒരു കാര്യം നമ്മൾ ഇന്ന് ഭൂമിയിലൊട്ടൊന്നും കണ്ടിട്ടില്ല. മന്ന എന്ന് പറഞ്ഞ ഒരു കാര്യം കൊണ്ട് മാത്രം അവരെ ജീവിക്കാൻ ദൈവം ആഗ്രഹിച്ചു. അവർക്ക് ഇറച്ചിയൊന്നും കൊടുത്തില്ല, വേറെ ഒന്നും അവർ മാനുഷികമായ ബുദ്ധിയിലുള്ള ഒരു കാര്യം അവർക്ക് കൊടുത്തില്ല. ദൈവം അവർക്ക് വേണ്ടി എല്ലാം കരുതി. എന്നാൽ മനുഷ്യൻ്റെ ചിന്താഗതി അങ്ങനെയല്ല. അതിൽ നിന്ന് വ്യത്യസ്തമായി വേറെ പലതും കൂടെ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആ ചിന്ത കൊടുക്കുന്ന പിശാചാണ്. ഈ ലോകം എത്ര മനോഹരമായ ലോകം, വിശാലമായ ലോകം, അത് ദൈവം തന്നതല്ലേ, അത് ആസ്വദിക്കണ്ടേ എന്നാണ് ജനങ്ങൾ ചിന്തിക്കുന്നത്. അതിൻ്റെ ഒരു വശം ശരിയാണെങ്കിലും അതിൽ പറ്റിയിരിക്കുന്ന വലിയ അപകടം എന്താണെന്ന് ചോദിച്ചാൽ, അതിൽ കൂടെ പിശാച് നമ്മുടെ ഹൃദയത്തിലേക്ക് കടക്കും. അത് വളരെ കെയർഫുള്ളായിട്ട് സൂക്ഷിച്ചില്ലെങ്കിൽ നമ്മൾ കെണിയിൽ വീണ് കഴിയും. അത് അനേകർക്കത് മനസ്സിലാകുന്നില്ല. ദൈവം തന്നതാണ്, ഈ ലോകം ദൈവം നമുക്ക് തന്നതാണ്. പക്ഷെ ലോകത്തിൽ ദൈവം തരുമ്പോൾ നമ്മുടെ സകല കാര്യങ്ങളും ദൈവം നോക്കാമെന്ന് വ്യക്തമായിട്ട് ഉറപ്പ് വന്നിട്ടുണ്ട്. ഈ ലോകത്തിലേക്ക് പോകാതെ
ഈ ലോകത്തിൻ്റെ ആഡംബരങ്ങളിലേക്ക് പോകാതെ, സുഖസൗകര്യങ്ങളിലേക്ക് പോകാതെ, ലോകം വിഷയമാകാതെ, അല്പകാലം ഒരു പ്രവാസകാലം ദൈവം എനിക്ക് തന്നിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടി ഒരുങ്ങാനാണെന്നുള്ള കാഴ്ചപ്പാടില്ലെങ്കിൽ തെറ്റിപ്പോകും. അതുപോലുള്ളൊരു കാര്യമാണ് വിശ്രമിക്കുന്നതിലും ആശ്രയിക്കുന്നതിലും കാത്തിരിക്കുന്നതിലുമാണ് ബലമെന്ന് പറയുന്നൊരു കാര്യം. എന്താ നമുക്ക് നോക്കാം. മനം തിരിഞ്ഞ് അടങ്ങിയിരുന്നാൽ നിങ്ങൾ രക്ഷിക്കപ്പെടും. പ്രിയപ്പെട്ടവരെ, രക്ഷ എന്ന് പറയുന്നത് ഒരിക്കലും മനുഷ്യൻ്റെ ബുദ്ധിക്ക് മനസ്സാകുന്ന ഒരു കാര്യമല്ല. ദൈവത്തിനറിയാം മനുഷ്യന് പാടുപെട്ട് അധ്വാനിച്ച് നേടിയെടുക്കുന്ന രക്ഷയാണെങ്കിൽ അത് വളരെ പേർക്കും കിട്ടുകയില്ല. അതിൻ്റെ പ്രശംസ മനുഷ്യൻ എടുക്കുകയും ചെയ്യും. എന്നാൽ എല്ലാ മനുഷ്യർക്കും രക്ഷ ദൈവം സൗജന്യമായി കൊടുക്കുന്നു. അതിനവൻ അധ്വാനിക്കേണ്ട ഒരാവശ്യവുമില്ല. ഒരേ ഒരു കാര്യം, ദൈവവചനം കേൾക്കാൻ അവൻ്റെ ചെവി തിരിക്കുക. ദൈവവചനം കേൾക്കുന്നത് എങ്ങനെയാണ്? അടങ്ങിയിരുന്നാലേ പറ്റുള്ളൂ. ദൈവത്തിൻ്റെ വചനം കേൾക്കാനാണേലും ദൈവത്തിൻ്റെ വചനം വായിക്കാനാണേലും അടങ്ങി സ്വസ്ഥമായിട്ട് ഇരുന്നാൽ മാത്രമേ ആ കാര്യം നടക്കത്തുള്ളൂ. രക്ഷ അതിൽ കൂടെയാണ്. അടങ്ങിയിരിക്കുക, ശ്രദ്ധയോടെ ദൈവവചനം കേൾക്കാൻ മനസ്സും ഹൃദയവും ശരീരവും ഒരുക്കുക, ദൈവസന്നിധിയിലുള്ള സാന്നിധ്യബോധത്തോടുകൂടി ഇരിക്കുക. എൻ്റെ ദൈവം എന്നോട് സംസാരിക്കണം എന്നുള്ള നിർബന്ധം വേണം. ദൈവത്തിൻ്റെ ആലോചന കേൾക്കാനുള്ളൊരു മനസ്സ് വേണം. ദൈവത്തിൻ്റെ ആലോചന എൻ്റെ ആലോചന കീഴ്മേൽ മറിക്കുന്നതാണ്. എനിക്ക് എന്നെക്കുറിച്ച് എപ്പോഴും നല്ല അഭിപ്രായമാണ്. എന്നാൽ ദൈവത്തിന് അങ്ങനെയല്ല. അനേക ബന്ധനങ്ങളുള്ളതാണ് മനുഷ്യൻ. പാരമ്പര്യമായി ശാപം പേറിക്കൊണ്ടിരിക്കുന്ന മനുഷ്യന് ഒരിക്കലും നിത്യതയെക്കുറിച്ച് ചിന്തിക്കാനോ അവന് ദൈവത്തെ സ്നേഹിക്കാനോ അവന് ദൈവസേനയിലേക്ക് പോകാനോ ഒരിക്കലും കഴിയില്ല. അവനൊരു മാറ്റം വേണമെന്ന് ഒരു മനുഷ്യൻ ചിന്തിക്കത്തില്ല. ആയിരിക്കുന്ന ആ സ്വഭാവത്തെ ഒന്ന് പോളിഷ് ചെയ്യാൻ, മറ്റുള്ളവരുടെ മുമ്പിൽ നല്ലതാകാൻ ശ്രമിക്കാൻ മാത്രമേ മനുഷ്യനെ കൊണ്ട് സാധിക്കുകയുള്ളൂ. മനുഷ്യരുടെ ഗുഡ് ബുക്കിലാകുക എന്നുള്ള ലക്ഷ്യമല്ലാതെ വേറെ ഒന്നുമില്ല. എന്നാൽ അങ്ങനെയുള്ളതുകൊണ്ട് ഒരു മനുഷ്യൻ രക്ഷ കിട്ടുന്നില്ല, ദൈവത്തെ അനുഭവിക്കാൻ അവന് പറ്റുകയില്ല. അങ്ങനെയുള്ളവനാണ് ഒരു വലിയ മാറ്റം വേണ്ടത്, സമൂലമായൊരു മാറ്റം. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇത് അനേകർക്കും പിടികിട്ടാത്തൊരു കാര്യമാണ്. ആയിരിക്കുന്ന അവസ്ഥയിൽ ചില മാറ്റം വരുത്താൻ അനേകർ ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ അടിതൊട്ട് മുടി വരെ ചീത്തയായി പോയ പാത്രം അത് റിപ്പയർ ചെയ്യുകയല്ല, അത് പൂർണ്ണമായി അത് ഉടച്ച് അത് പഴയതില്ലാതായി തീർന്ന് ഒരു പുതിയ സൃഷ്ടിയായി തീരുക. അത് ദൈവത്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് ദൈവവചനം കേട്ടാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അടങ്ങിയിരുന്നാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. ഈ ലോകത്തിൻ്റെ തിരക്കിൽ നിന്നും ഈ ലോകത്തിൻ്റെ ഉത്തരവാദിത്തത്തിൽ നിന്നെല്ലാം മാറി നിന്നുകൊണ്ട് ശാന്തമായിരുന്ന് ദൈവത്തിൻ്റെ ആലോചന കേൾക്കാൻ കാത്തിരിക്കുന്ന ഒരു മനുഷ്യന് അവൻ ദൈവത്തിൻ്റെ ശബ്ദം കേൾക്കുന്നു. പ്രിയപ്പെട്ടവരെ, അത് മനസ്സിലാക്കണം. വ്യക്തമായിട്ട് ഹോശേയ പ്രവചനത്തിൽ പറയുന്നുണ്ട്, ഞാൻ അവളെ വശീകരിച്ച് മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവളോട് ഹൃദ്യമായി സംസാരിക്കും. ദൈവത്തിൻ്റെ സ്വരം കേൾക്കണമെങ്കിൽ ലോകത്തിരക്കിനിടയ്ക്ക് നടക്കുകയില്ല. ലോകത്തിലെ പല കാര്യങ്ങൾ നാം ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും തിരക്ക് പിടിച്ച് ഉപജീവനത്തിന് വേണ്ടി ഓടി അടക്കുമ്പോഴും കഠിനാധ്വാനം ചെയ്യുമ്പോഴും ദൈവശബ്ദം കേൾക്കാൻ വളരെ പ്രയാസമാണ്. കാരണം അതിന് വില കൊടുക്കില്ല. എന്നാൽ നാം ശാന്തമായിട്ടിരിക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആലോചന നമ്മൾ കേൾക്കുന്നത്. ദൈവത്തിൻ്റെ ആലോചന കേൾക്കുന്നത് എന്താണ്? എൻ്റെ ആത്മാവിൻ്റെ ഒരവസ്ഥ അപകടത്തിലാണ്. എൻ്റെ ആത്മാവിൻ്റെ ആ നിയന്ത്രണം പിശാചിൻ്റെ കയ്യിലാണ്. അവൻ ഇഷ്ടമുള്ളതൊക്കെയാണ് ഞാൻ ചെയ്യുന്നത്. അവനാണ് എന്നെ നിയന്ത്രിക്കുന്നത്. അവൻ്റെ പാപമാണ് എന്നിൽ വാഴുന്നത് എന്നുള്ള സുബോധം മനുഷ്യന് ദൈവം കൊടുക്കുന്നു. അടങ്ങിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു ഭാഗ്യം അതാണ്. എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ അത് ലോകത്തിൽ ആർക്കും പറഞ്ഞു തരാൻ പറ്റത്തില്ല. വർഷങ്ങൾ എൻ്റെ കൂടെ നടന്ന ഭാര്യയ്ക്ക് പോലും എൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ പറയാൻ പറ്റത്തില്ല. കാരണം അത്രമാത്രം എല്ലാം കാണുന്ന ദൈവത്തിന് മാത്രമേ ഒരു മനുഷ്യനെ വിധിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കൊടുക്കുന്നു. ദൈവവചനം ഹൃദയത്തിൻ്റെ ആഴത്തിലേക്ക് കടന്നു ചെന്നിട്ട് ശരിയായ ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കാണിച്ചു തരുന്നതാണ് അടങ്ങിയിരിക്കുമ്പോൾ കിട്ടുന്നൊരു കാര്യം. ദൈവവചനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യം മനുഷ്യന് പാപബോധം കൊടുക്കുക എന്നുള്ളതാണ്. മനുഷ്യന് അവൻ്റെ തെറ്റ് തിരിച്ചറിയുക എന്നുള്ളതാണ്. ആ ഒരു കാര്യം കൊണ്ട് അവൻ നിരാശപ്പെട്ടു പോകുന്നില്ല, ഉടനെ അവനെ ക്രൂശിലേക്ക് നയിക്കുക എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഇതൊന്നും മനസ്സിലാക്കിയെടുക്കാൻ വളരെ ലളിതമായ കാര്യമാണ്. ദൈവത്തിൻ്റെ വചനം മനുഷ്യനോട് ഇടപെടുമ്പോൾ അവൻ്റെ ആത്മാവിൻ്റെ അവസ്ഥ മനസ്സിലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായും പ്രകടപ്പെടാം. അവൻ നശിക്കുകയാണെന്ന് അവൻ അറിയാം. നരകത്തിലേക്ക് അവൻ പോവുകയാണെന്ന് അറിയാം. ഒരു വലിയൊരു ബാധ അവൻ്റെ ജീവിതത്തിലുണ്ടെന്ന് അറിയാം. അവനെ കൊണ്ടത് മാറ്റാൻ കഴിയില്ലെന്ന് അവനെ അറിയാം. സ്വാഭാവികമായും നിരാശ വരാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ
ദൈവം വചനത്തിന് പാപബോധം കൊടുക്കുക മാത്രമല്ല, അവനെ ക്രൂശിൻ ചൂട്ടിലേക്ക് നയിക്കുന്നു, രക്ഷകളിലേക്ക് നയിക്കുന്നു. അവനെ വീണ്ടെടുക്കുവാനും അവൻ്റെ പ്രശ്നത്തിന് പരിഹാരം കൊടുക്കാനും അവൻ്റെ കഴുത്തിൽ നിന്ന് നുകം മാറ്റുവാനും കഴിയുന്ന ഒരേ ഒരാളുണ്ട്. അത് പിതാവായ ദൈവം ഭൂമിയിലേക്ക് അയച്ച കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ വെറും വചനം തന്നല്ല, അവൻ എൻ്റെ പാപങ്ങളും നിങ്ങളുടെ ഓരോരുത്തരുടെയും പാപങ്ങളും പരിഹാരം വരുത്തിയവനാണ്. എന്നേക്കുമായി അവൻ പരിഹാരം വരുത്തിയെന്നുള്ള സത്യമാണ് ക്രൂശിൻ ചവിട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. അവൻ്റെ പാപം കൊണ്ടല്ല അവൻ മരിച്ചത്. അവൻ മരിച്ചത് എൻ്റെ പാപം ചുമന്നുകൊണ്ടാണ്, എൻ്റെ ബന്ധനങ്ങൾ അവൻ ഏറ്റെടുത്തുകൊണ്ടാണ്, എൻ്റെ രോഗം അവൻ ഏറ്റെടുത്തുകൊണ്ടാണ്. എൻ്റെ ആത്മാവിന് പറ്റിയ ക്ഷതങ്ങളെല്ലാം, എൻ്റെ വികൃതമായ ആത്മാവിൻ്റെ രൂപത്തിനെല്ലാം അവൻ പരിഹാരം വരുത്തി കാൽവറി ക്രൂശിൽ പെടഞ്ഞു വരിച്ചത്, അവൻ്റെ പരിശുദ്ധ രക്തം വീഴ്ത്തിയത് എൻ്റെ പാപത്തിന് പരിഹാരം വരുത്താൻ വേണ്ടിയാണ്. പ്രിയപ്പെട്ടവരെ, അടങ്ങിയിരുന്ന് ദൈവസന്നിധിയിൽ ഇരിക്കുമ്പോൾ കിട്ടുന്നൊരു കാഴ്ചപ്പാടാണ്, ഞാൻ പാപിയാണ്, എനിക്ക് രക്ഷയ്ക്ക് യാതൊരു വകയുമില്ല, ഞാൻ അന്ധകാരത്തിലാണ്, വർഷങ്ങളായി ഞാൻ പിശാചിൻ്റെ അടിമനോഹത്തിലാണ് കഴിഞ്ഞിരുന്നത്, പാരമ്പര്യത്തിൻ്റെ ശാപം എൻ്റെ മേലുണ്ട്, എല്ലാം ശരി തന്നെ. പക്ഷെ അവൻ നിരാശയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. കാൽവറി ക്രൂശ് അവനെ മാടി വിളിക്കുകയാണ്, നിന്റെ പാപത്തിന് പരിഹാരമുണ്ട്, നീ വിഷമിക്കണ്ട, നീ അധ്വാനിച്ച് നീ ഭാരപ്പെടേണ്ട, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരാം, ഞാൻ നിങ്ങൾക്കൊരു നുകം നിങ്ങളുടെ കഴുത്തിൽ വെച്ച് തരാം. അത് മൃദുവായ നുകമാണ്, ലഘുവായ ഭാരമുള്ള കാര്യമാണ്. നിങ്ങൾ എന്നോട് ചേർന്ന് പഠിച്ചാൽ നിങ്ങളുടെ ആത്മാക്കൾക്ക് ആശ്വാസം കണ്ടെത്തും. എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. പക്ഷെ എത്ര പേര് ഈ ആശ്വാസം അനുഭവിക്കുന്നുണ്ട്? നുകമെന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, ഭാരമെന്ന് കേൾക്കുമ്പോൾ പേടിയാണ്, യേശുവിൻ്റെ സന്നിധിയിൽ എന്ന് പറയുമ്പോൾ പേടിയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ പേടിച്ചാൽ എല്ലാ മുഴങ്കാലും മടങ്ങുന്ന ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ നമുക്ക് നിൽക്കാൻ പറ്റും? ഇന്ന് അവൻ പ്രിയപ്പെട്ടതായി എനിക്ക് തോന്നുന്നില്ലെങ്കിൽ, ഇന്ന് എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് ചെല്ലാൻ പറ്റുന്നില്ലെങ്കിൽ, അവൻ്റെ സാന്നിധ്യം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ലെങ്കിൽ, അവന് ഇഷ്ടമില്ലാത്തതൊക്കെ ഞാൻ വിട്ടുകളയാൻ എനിക്ക് പരിപാടിയില്ലെങ്കിൽ, എങ്ങനെ നാം ദൈവസന്നിധിയിൽ ഒരു ദിവസം നമ്മൾ നിൽക്കും? നമുക്ക് എവിടുന്ന് പ്രാഗൽഭ്യം കിട്ടും? ഞാൻ അനേകരെ കാണുന്നുണ്ട്, അവർക്കൊന്നും ഇതൊരു വിഷയമല്ല. യോഗത്തിന് വരണം, വചനം കേൾക്കണം, തീർന്നു. അധ്വാനിക്കണം, വേല ചെയ്യണം, കർത്താവിന് വേണ്ടി വേല ചെയ്യണം, ഓടി നടന്ന് വേല ചെയ്യണം, ഇങ്ങനെയൊക്കെയുള്ളൊരു കാര്യമല്ലാതെ തന്നെത്താൻ ദൈവസന്നിധിയിരിക്കുക. എൻ്റെ അവസ്ഥ ശരിയായി എനിക്ക് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരേ ഒരു കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ആത്മാവാണ്. ആ ആത്മാവിൻ്റെ അവസ്ഥ എനിക്ക് മനസ്സിലാക്കി തരുമ്പോൾ അതിൽ എവിടെല്ലാമാണ് പ്രശ്നമെന്ന് മനസ്സിലാക്കി അതിനോട് യാത്ര പറയാനുള്ളൊരു മനസ്സ്. എന്തുകൊണ്ട്? എന്നെ സ്നേഹിക്കുന്ന ഒരേ ഒരാൾ യേശു ക്രിസ്തുവാണ്. ജീവൻ തന്നെ സ്നേഹിച്ച യേശു ക്രിസ്തു ഒരിക്കലും എനിക്ക് ദോഷമായിട്ടൊരു കാര്യം ചെയ്യത്തില്ല. അവൻ എൻ്റെ ഭാരം എടുക്കാൻ നോക്കുകയാണ്, അവൻ എൻ്റെ ആകുലം എടുക്കാൻ നോക്കുകയാണ്, അവൻ എൻ്റെ പ്രശ്നം മാറ്റാൻ നോക്കുകയാണ്, അവൻ എനിക്ക് സമാധാനം തരാൻ കൊതിക്കുകയാണ്. അല്ല, ഒന്നുകൂടെ പറയട്ടെ, അവൻ എൻ്റെ ഹൃദയത്തിലേക്ക് കടന്നു വരാൻ കൊതിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സൗജന്യമായി ഈ ദൈവം തരുന്ന ഈ സുഖസൗകര്യം അനേകരെ കൈനീട്ടി വാങ്ങിക്കുന്നില്ല, അനേകർക്ക് അതിനുള്ള മനസ്സില്ല. എൻ്റെ പ്രിയപ്പെട്ടവർ, എന്ത് ബന്ധനമാണ് ഓരോ മനുഷ്യൻ്റെ മേൽ നിൽക്കുന്നത്? നമ്മൾ വിചാരിക്കുന്നവരല്ല. ഈ ബന്ധനം വെച്ച് നമ്മളും കടന്നു പോവും. ശേഷമുള്ള ജനങ്ങളൊക്കെ പറയും സ്വർഗത്തിലേക്ക് പോയെന്നൊക്കെ പറയുമായിരിക്കും. പക്ഷെ എന്ത് പ്രയോജനം പ്രിയപ്പെട്ടവർ? എനിക്ക് ഒരു പ്രാഗൽഭ്യം കിട്ടണ്ടേ? എൻ്റെ ജീവിതത്തിൽ പിശാചിന് അവകാശം പറയുന്ന കാര്യങ്ങൾ എന്തെല്ലാം ഉണ്ടെന്നും അതെല്ലാം ഞാൻ മാറ്റിയെന്നൊരു ഉറപ്പ് നമ്മൾ ലഭിക്കണ്ടേ? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ ചെന്ന് അവൻ്റെ ആത്മാവിനെ പ്രാപിച്ച് ഇതിനെല്ലാം ഒരു പരിഹാരം ഞാൻ വരുത്തിയില്ലേ, നിന്റെ ഗ്രഹകാര്യം നീ ക്രമീകരിക്കുക എന്നുള്ള വചനം നമ്മൾ എത്ര പ്രാവശ്യം കേൾക്കുന്നു? എൻ്റെ ആത്മാവിൻ്റെ കാര്യം, അതാണ് ഗ്രഹകാര്യം എന്ന് പറയുന്നത്. ക്രമീകരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വിശ്വസ്തനായ ദൈവം തമ്പുരാൻ ഇതിനകത്ത് വന്ന് ഹൃദയത്തിൽ ഒരു ജീവിതത്തിൻ്റെ ഒരു നല്ല ഭാഗം മുഴുവൻ വസിച്ചാലല്ലാതെ ശുദ്ധീകരണം നടക്കുകയില്ല. ഒന്ന് മാനസാന്തരപ്പെട്ടു, ഒരു ആദ്യ സ്നേഹം കിട്ടുന്നുള്ളതുകൊണ്ടൊന്നും ആത്മാവ് രക്ഷപ്പെടുന്നില്ല. അത് ഏത് സമയത്തും നഷ്ടപ്പെട്ടു പോകാവുന്നേ ഉള്ളൂ. ഒരു പരീക്ഷ വരുമ്പോൾ തീർന്നു പോകാവുന്നേ ഉള്ളൂ. ഒരു ഭാരം വരുമ്പോൾ നിരാശപ്പെടാവുന്നേ ഉള്ളൂ. എത്രയോ പേരെ നമ്മൾ കാണുന്നുണ്ട് ഈ സിയോൻ യാത്രയിൽ പട്ടുപോയവർ. സഹോദര, നീയും പട്ടുപോകാനാണോ നീ ഇറങ്ങിത്തിരിച്ചത്? ദൈവത്തിൻ്റെ സ്നേഹം നിന്റെ മേൽ വന്ന് അതിനുവേണ്ടിയാണോ? ശരിയാണ്, അനേകർ പട്ടുപോയിട്ടുണ്ട്, പൂർവ്വകാല പിതാക്കന്മാരേകം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അതൊന്നും എന്നെ തളർത്തുകയില്ല. എന്നെ വിളിച്ചവൻ വിശ്വസ്തനാണ്, അവൻ വാക്ക് പറഞ്ഞാൽ മാറാത്തവനാണ്, അവൻ എൻ്റെ കരം പിടിക്കാൻ തയ്യാറാണ്. ഞാൻ കരം നീട്ടി കൊടുത്താൽ മാത്രം മതി. പിന്നെ ഞാൻ വീഴുവോ? വീടില്ല പ്രിയരെ. വീഴാതെ നടത്താൻ ശക്തനായ ഒരുവനെ കണ്ടുമുട്ടിയാൽ പിന്നെ നീ എന്തിനു ഭാരപ്പെടണം?
എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് വിശ്രാമം എന്ന് പറയുന്നത്, യേശുവിനോട് കൂടെയുള്ള ജീവിതം. രൂത്തിൻ്റെ പുസ്തകത്തിനകത്ത് ആ നവോമി പറയുന്നുണ്ട്, രൂത്തിനോട് പറയുന്നുണ്ട്, എൻ്റെ മകളെ, നിനക്ക് ഞാനൊരു വിശ്രാമ സ്ഥലം ഒരുക്കണ്ടേ, നീ നന്നായിരിക്കേണ്ടേ, നിൻ്റെ ഭാവി നന്നായിരിക്കേണ്ടതിന് ഒരു വിശ്രാമ സ്ഥലം നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കണ്ടേ. രൂത്തിൻ്റെ പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യമാണ്. അനന്തരം അവളുടെ അമ്മാവിയമ്മയായ നവോമി അവളോട് പറഞ്ഞത്, മകളെ, നിനക്ക് നന്നായിരിക്കേണ്ടതിന് ഞാൻ നിനക്ക് വേണ്ടി ഒരു വിശ്രാമ സ്ഥലം അന്വേഷിക്കേണ്ടതല്ലയോ? അമ്മായിമ്മ മരുമകളുടെ ഭാവി നന്നാകാൻ നന്നാകാൻ ആഗ്രഹിക്കുകയാണ്. തന്നിൽ ആശ്രയിച്ചു വന്ന ഒരു മരുമകള്, അവള് പുറജാതി സ്ത്രീയാണ്, പഴയ കാലങ്ങളൊന്നും നല്ല ശരി തന്നെ. പക്ഷേ തങ്കൽ ആശ്രയിച്ചു, എന്നിൽ ആശ്രയിച്ചു, ഇസ്രായേലിൻ്റെ യഹോവയിൽ ആശ്രയിച്ചു. അവള് കൂടെ ഉണ്ടായിരുന്ന സഹോദരി ഇട്ടിട്ട് പോയപ്പോഴും അവൾക്കതൊന്നും തോന്നിയില്ല. ഈ നവോമിയിൽ നിൽക്കുന്ന ഒരു ദൈവത്തെ കണ്ടു. കാര്യം നവോമിക്ക് പല കുഴപ്പങ്ങളുണ്ടെങ്കിലും നവോമിയിൽ നിൽക്കുന്ന ഒരു ദൈവമുണ്ട്, നവോമിയെ സ്നേഹിച്ച ഒരു ദൈവമുണ്ട്, നവോമിയെ ആരാധിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൽ ആകൃഷ്ടയായി ഈ രൂത്ത്. ദൈവത്തിന് സ്തോത്രം. ഒരു വിശ്രാമ സ്ഥലം ഏത് മനുഷ്യനും വേണം. ഒരു വിശ്രാമ സ്ഥലം. ഭാവി നന്നാകണമെങ്കിൽ ഒരു വിശ്രാമ സ്ഥലം ഓരോരുത്തർ കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അത് രൂത്തിന് നവോമിയെ കാണിച്ചു കൊടുത്തു. എവിടെയാണെന്നുള്ളത് ബോവസിൻ്റെ കാൽപ്പാദത്തിൽ. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കാൽപ്പാദത്തിൽ ഓരോ മനുഷ്യനും അഭയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ, ആശ്രയം കണ്ടെത്തിയേ പറ്റുകയുള്ളൂ. അവിടെയാണ് സമാധാനം, അവിടെയാണ് സുരക്ഷത, അവിടെയാണ് അവൻ്റെ ജീവിതത്തിൻ്റെ സമാധാനവും സന്തോഷവും ആശ്വാസവും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിലെ പലതും വെട്ടിപ്പിടിക്കുന്നതിലല്ല. അത് നമുക്ക് സങ്കടമേ തരികയുള്ളൂ, നിരാശയെ തരികയുള്ളൂ. നമ്മുടെ തലമുറ നശിച്ചു പോകും. എന്നാൽ തലമുറയുടെ മുമ്പിൽ ഈ കാലഘട്ടത്തിൽ പ്രിയപ്പെട്ടവരെ, ജീവള ക്രിസ്തുവിനെ കണ്ടുകൊണ്ട്, ജീവള ക്രിസ്തുവിനെ സ്നേഹിച്ചുകൊണ്ട്, അവൻ്റെ വചനം അനുസരിച്ചുകൊണ്ട് ഒരു ജയജീവിതം നയിക്കുന്നവനായി, ദൈവത്തോട് ബന്ധമുള്ളവനായി, ദൈവത്തോട് കാര്യമുള്ളവനായി, ദൈവത്തിൻ്റെ അടിമുഖത്ത് നിൽക്കുന്നവനായി ദൈവത്തെ കാണിച്ചു കൊടുക്കാൻ എത്ര പേരുണ്ട്? വിശ്രമിക്കുന്നതിൽ കൂടെയുള്ള രക്ഷ. ജീവള ക്രിസ്തു അവൻ്റെ കാഴ്ചവട്ടിൽ ഇരിക്കുന്നവരെയാണ് അവൻ അന്വേഷിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം നമുക്കറിയാം, വേദപുസ്തക ചരിത്രങ്ങളെല്ലാം നമുക്കറിയാം. ഈ രക്ഷകനെ തിരഞ്ഞുകൊണ്ട് ഈ വിശ്രാമസ്ഥലം കണ്ടെത്തുന്ന എത്ര പേരുണ്ട്? എനിക്കെൻ്റെ യേശുവിനെ കണ്ടെത്തണം, എനിക്ക് വേണ്ടി പെടഞ്ഞ മരിച്ച ദൈവത്തെ എനിക്കൊന്ന് കണ്ടെത്തണം, അവൻ്റെ സന്നിധിയിലേക്ക് എനിക്ക് ചെല്ലണം, എൻ്റെ ഹൃദയം മുഴുവൻ ഒന്ന് തുറക്കണം, എൻ്റെ മേൽ വ്യാപരിക്കുന്ന സകല ബന്ധനങ്ങളും എനിക്ക് അഴിച്ചു മാറ്റണം, എൻ്റെ ദൈവസന്നിധിയിൽ എൻ്റെ ഹൃദയമെന്നോ പകർന്ന് എൻ്റെ ജീവിതം അവനായി കൊടുക്കണം. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എൻ്റെ പ്രിയപ്പെട്ടവരെ, പഴയ നിയമത്തിൽ അവിടെ ഇവിടെയും ചില വിശ്വാസികളൊക്കെ ഉണ്ട്. എന്നാൽ ഈ പുതിയ നിയമത്തിൽ എന്തുകൊണ്ടും സമൃദ്ധിയായ ദൈവസ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ വ്യാപാരമുള്ള ഈ കാലഘട്ടത്തിൽ, ദൈവത്തിൻ്റെ വചനം നിറഞ്ഞു നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നമുക്ക് എന്തുകൊണ്ട് ഈ ക്രൂശിൻ ചുവട്ടിൽ ചെന്നുകൊണ്ട് ഈ വിശ്രാമ സ്ഥലം കണ്ടെത്താൻ കഴിയുന്നില്ല? യേശുക്രിസ്തുവിന്റെ ക്രൂശിൻ ചുവട്ടിൽ ചെന്നാൽ ആ പരിശുദ്ധമായ രക്തം, നമുക്ക് പാപബോധം കിട്ടിയ ആ പാപങ്ങളെല്ലാം അവൻ്റെ സന്നിധിയിലേക്ക് ഇട്ടുകൊടുത്താൽ എല്ലാം അവൻ കഴുകിത്തരും. കഴിഞ്ഞതെല്ലാം കഴുകിത്തരും. കഴിഞ്ഞത് മുഴുവൻ നമ്മുടെ നിന്ന് മറന്നങ്ങ് പോകും. നമ്മളൊരു പുതിയ സൃഷ്ടിയായിത്തീരും. എത്ര പേർക്ക് ആഗ്രഹമുണ്ട്? എത്ര പേർക്ക് കൊതിയുണ്ട്? എനിക്കൊരു പുതിയ സൃഷ്ടിയായി ജീവിച്ചേ പറ്റുള്ളൂ. എൻ്റെ കാഴ്ചപ്പാട് മാറണം, എൻ്റെ ചിന്താഗതി മാറണം, എൻ്റെ ആഗ്രഹങ്ങൾ മാറണം, എൻ്റെ സ്വപ്നങ്ങൾ മാറണം, എൻ്റെ എല്ലാ രീതിയിലുള്ള ആ ഇച്ഛകളും മാറണം. ലോകത്തോടുള്ള എൻ്റെ അറ്റാച്ച്മെൻറ്റ് മാറണം, പണത്തോടുള്ള എൻ്റെ താല്പര്യം മാറണം, ജഡസുഖങ്ങൾ ആസ്വദിക്കണം എന്നുള്ള താല്പര്യം മാറണം. എനിക്കെൻ്റെ യേശുവിൻ്റെ കാഴ്ചയോട് മതി. എൻ്റെ ദൈവത്തിന് സ്തോത്രം. ഇതാണ് വിശ്രാമം എന്ന് പറയുന്നത്. ചുരുക്കം പേർക്കൊക്കെ അത് കിട്ടിയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ ചോദിച്ചാൽ എനിക്ക് പറയാൻ അറിയാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. അങ്ങനെയുള്ളവരുടെ ഏറ്റവും വലിയ അവരുടെ ഉള്ളിൽ തന്നെ അവർക്കൊരു കാര്യം കിട്ടും. എൻ്റെ യേശുവിന് ഇഷ്ടമില്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുവദിക്കില്ല. അത് സ്വയമേ വരുന്ന തീരുമാനമാണ്. അത് വേറെ ആരും പറഞ്ഞിട്ടൊന്നുമല്ല. എൻ്റെ ദൈവം ദുഃഖിക്കുന്ന ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ വാക്കിൽ നിയന്ത്രണം വരും, എൻ്റെ ചിന്തയിൽ നിയന്ത്രണം വരും, എൻ്റെ ആഗ്രഹത്തിൽ നിയന്ത്രണം വരും, എൻ്റെ ലാക്കിൽ ലക്ഷ്യത്തിൽ നിയന്ത്രണം വരും, എൻ്റെ വസ്ത്രത്തിൽ നിയന്ത്രണം വരും, എൻ്റെ ആഡംബര ജീവിതത്തിൽ നിയന്ത്രണം വരും. മറ്റുള്ളവരുടെ മുമ്പിൽ മാനം അന്വേഷിക്കുന്ന കാര്യം ഞാൻ വിട്ടുകളയും. എന്തു മാനം? എൻ്റെ ദൈവം പ്രസാദിക്കുന്നില്ലെങ്കിൽ ജനം മാനിച്ചുകൊണ്ട് എന്ത് പ്രയോജനം? പ്രിയരെ, ഒരു മരണക്കിടക്കയുണ്ട്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവുണ്ട്. കർത്താവ് രണ്ടാം വരും. ആരാ വിശ്വസിക്കുന്നത്? പരിശുദ്ധാത്മാവ് ഉള്ളവർ. അവരിങ്ങനെ പറഞ്ഞുകൊണ്ട്, ആ ആത്മാവിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, മനെ, നിനക്കൊരു മരണക്കിടക്കയുണ്ട്. ആ മരണക്കിടക്കയിൽ നീ അന്താളിച്ച് പോകാതിരിക്കണമെങ്കിൽ, നിൻ്റെ പ്രിയപ്പെട്ടവനൊന്ന് നിന്നെ കൂട്ടിക്കൊണ്ട് പോകണമെങ്കിൽ, നീ പാവനമായ പവിത്രമായ ജീവിതം നയിച്ചേ പറ്റുള്ളൂ. നിന്നെ മണവാട്ടിയായി അവൻ കണ്ടതാണ്.
അവൻ വരും, നിന്നെ സ്വീകരിക്കാൻ വരും, അവൻ മറന്നു പോവുകയില്ല. എൻ്റെ പ്രിയരെ, ഇത് ആത്മാവ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഉച്ചരിച്ചുകൂടാത്ത ഞെരുക്കങ്ങളാൽ പരിശുദ്ധാത്മാവ് ഈ മനുഷ്യനെ ഇങ്ങനെ ഇങ്ങനെ ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. നിന്റെ പ്രിയൻ വരും, നീ വിഷമിക്കണ്ട, നിന്നെ വീണ്ടുകൊള്ളാൻ വരും. പ്രിയപ്പെട്ടവരെ, അങ്ങനെയാണ് ഞാൻ എത്ര പവിത്രമായ ജീവൻ നയിക്കണം, എത്ര പാവനമായ ജീവൻ നയിക്കണം. ഞാൻ പോകുന്ന വഴിയെല്ലാം ശരിയാന്ന് പറയാൻ പറ്റുമോ? ദൈവസേന ഇരിക്കണം. കർത്താവ്, എനിക്കിങ്ങനൊരു ചിന്തയുണ്ട്, ഇത് ശരിയാണോ തെറ്റാണോ, എനിക്കൊന്ന് മനസ്സിലാക്കി തരണേ. ഒരു കാര്യം, എനിക്ക് തെറ്റ് പറ്റരുത്. ഒരു കാര്യം, നീ ദുഃഖിക്കരുത്. ഒരു കാര്യം, നീ എൻ്റെ കരം പിടിച്ച് മുന്നോട്ട് പോകണം. നമുക്ക് പറയാൻ പറ്റുമോ? ആത്മാവുള്ളവർക്ക് അത് പറ്റും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധാത്മാവ് വേണമെന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഈ വിശ്രമിക്കുന്നതിൽ കൂടെ മാത്രമേ പരിശുദ്ധാത്മാവിനെ കിട്ടുകയുള്ളൂ. അവിടെ പ്രത്യേകം പറയുന്നുണ്ട്, ആശ്രയിക്കുന്നതാണ് ബലം. ദൈവത്തിന് സ്തോത്രം. വചനം കേൾക്കുമ്പോൾ ആശ്രയം വരും, ദൈവത്തുള്ള ആശ്രയം വരും. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മൾ കേട്ടിട്ടുണ്ട് തകർന്ന് നുറുങ്ങിയമായൊരു ഹൃദയമെന്ന്. എന്നെ എപ്പോഴും ചിന്തിപ്പിച്ച്, എന്താ ഈ തകർന്ന ഹൃദയം? കരയുന്നതാണോ തകർന്ന ഹൃദയം? നിലവിളിക്കുന്നതാണോ തകർന്ന ഹൃദയം? അല്ല പ്രിയരെ, എൻ്റെ ശരിയായ അവസ്ഥ എനിക്ക് മനസ്സിലാക്കി കഴിയുമ്പോൾ എൻ്റെ ഉള്ളു ഭാരപ്പെടാൻ തുടങ്ങും. വലിയൊരു ചുമടെൻ്റെ തലമേലും എൻ്റെ ഹൃദയത്തിൽ ഇരിക്കുന്ന എനിക്ക് മനസ്സിലാകും. പാപത്തിൻ്റെ വലിയൊരു ഭാര ചുമടുകൾ ആരേറ്റെടുക്കും? സ്വന്തം ഭാര്യ ഏറ്റെടുക്കുവോ? കൂട്ടായ്മയിലുള്ള ആരെങ്കിലും ഏറ്റെടുക്കുവോ? അവർക്കാർക്ക് ഏറ്റെടുക്കാൻ പറ്റുകയില്ല. എൻ്റെ ദൈവത്തിന് സ്തോത്രം. എന്നെ ഭാരം ഏറ്റെടുക്കാൻ പറ്റുന്ന ഒരേ ഒരാളേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അത് ക്രൂശിൻ ചുവട്ടിലാണ് സംഭവം നടക്കുന്നത്. മുഴുവൻ ഭാരങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവൻ നിനക്കായി കരുതുന്നതായാൽ നിന്റെ സകല ചിന്താകുലുവാൻ്റെ ഇട്ടുകൊള്ളുവെന്നാണ് പറഞ്ഞത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. വചനമാണ് പറഞ്ഞത്. നിന്റെ ഭാരങ്ങൾ ഏറ്റെടുക്കാൻ ഞാൻ തയ്യാറാണ്, നിന്നെ ഭാരമില്ലാതാക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ പടഞ്ഞു മരിച്ചത് അതിനു വേണ്ടിയാണ്. ഈ ഭൂമിയിൽ നീ ഐശ്വര്യമായി ജീവിക്കണം, ഈ ഭൂമിയിൽ സമാധാനത്തോടെ ജീവിക്കണം, ഈ ഭൂമിയിൽ സ്വസ്ഥതയുള്ളവനായി ജീവിക്കണം, ഈ ഭൂമിയിൽ കർത്താവിനെ കണ്ടുകൊണ്ട് നീ ജീവിക്കണം, ഈ ഭൂമിയിൽ കർത്താവിൻ്റെ കരം പിടിച്ചുകൊണ്ട് നീ ജീവിക്കണം. ഈ ഭൂമിയിൽ ലോകത്തിൻ്റെ അല്ലലും അലട്ടലും ഒന്നും നിന്നെ ബാധിക്കാതെ വേണം നീ ഉയർന്നു നിൽക്കണം. ഏത് സമയത്ത് ഞാൻ വരുമ്പോഴും പറക്കേണ്ട ഗുണം നീ ചിറകടിച്ച് ഈ ഭൂമിയിൽ നിൽക്കണം. സ്തോത്രം. ഈ ഭൂമിയുമായിട്ട് നിനക്ക് ബന്ധമില്ല. അല്പകാലത്തെ ജീവിതം വിട്ടുപിരിഞ്ഞ് പോകേണ്ടവനാണ്. നിനക്കിവിടെ യാതൊരു കാര്യമില്ല. നിക്ഷേപം സ്വരൂപിക്കരുത്. നിന്റെ ഹൃദയം എവിടെയാണോ അവിടെയാണ് നിന്റെ നിക്ഷേപം. നിന്റെ ഹൃദയം ഉയരത്തിലാണോ? നിന്റെ ഹൃദയം യേശുവിൻ്റെ ക്രൂശിൻ ചൂട്ടിലാണോ? നിന്റെ ഹൃദയം എവിടെയാണ്? സ്തോത്രം. നിന്റെ ഹൃദയം വിശ്രാമം കൊള്ളുന്നത് എവിടെയാണ്? ദൈവത്തിന് സ്തോത്രം. പ്രിയ, എന്താണ് ഈ തകർന്ന ഹൃദയം എന്ന് പറഞ്ഞത്? ഒന്ന്, പാപത്തിൻ്റെ ഭാരം ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നു. രണ്ടാമത്തെ കാര്യമാണ്, ഈ ഭാരം ഏറ്റെടുക്കാനും പാപം ക്ഷമിച്ചു തരാനും കഴിവുള്ള ഒരുവൻ, ആശ്രയം. ദൈവത്തിന് സ്തോത്രം. കാൽവറി ക്രൂശിൽ അവൻ എല്ലാത്തിനും പരിഹാരം വരുത്തി. ഇത് വിശ്വസിക്കാൻ പറ്റുമോ? പ്രിയരെ, ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കിയാൽ ആരും ഭാരച്ചുമട് ഏറ്റെടുക്കില്ലെന്ന് കാണുമ്പോൾ, പാപച്ചുമട് ഏറ്റെടുക്കാൻ കഴിവില്ലെന്ന് കാണുമ്പോൾ, ഒരുവൻ പറഞ്ഞു, ഞാൻ നിന്റെ പാപത്തിന് പരിഹാരം വരുത്തി. ഞാൻ നിന്റെ പാപത്തിനു വേണ്ടിയാണ് ഞാൻ ക്രൂശിൽ മരിച്ചത്. പിതാവാരുടെയും എന്നെ ഭൂമിയിലേക്ക് അയച്ചത് ഒരേ ഒരു കാര്യത്തിന് വേണ്ടിയാണ്, മനുഷ്യവർഗത്തിൻ്റെ കഴുത്തിൽ നിന്നും ഈ ചുമട് മാറ്റുക, ഈ നുകം മാറ്റുക, അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുക, സാത്താൻ്റെ ബന്ധനം അഴിച്ചു മാറ്റുക, അവരുടെ തല ഉയർത്തുക, ഉയരത്തിലേക്ക് നോക്കാൻ അവരെ പഠിപ്പിക്കുക, അവരുടെ നാവില് സ്തുതി കൊടുക്കുക, സമാധാനം കൊണ്ട് അവരെ നിറയ്ക്കുക, സന്തോഷം കൊണ്ട് അവരെ നിറയ്ക്കുക. അതിനാണ് ഞാൻ വന്നിരിക്കുന്നത്. ഭൂമി നിനക്ക് എന്തെല്ലാം ഉണ്ടോ നീ വലിച്ചെറിഞ്ഞു കളയുക. പ്രിയപ്പെട്ടവരെ, നമുക്ക് തന്നെ താൻ ബോധ്യം വരും, ഈ ചപ്പും ചവറും ഒന്നും കൊണ്ടു നടക്കേണ്ടവനല്ല ഞാൻ. ഞാൻ വലിയ വിളി കെട്ടിയവനാണ്. സ്വർഗീയ അരുമ മണവാളൻ്റെ കാന്തയാണ് ഞാൻ. ഞാനിതൊന്നും തൊടാൻ പാടില്ല. ഞാൻ തന്നെത്താൻ വലിച്ചെറിയുകയാണ്, തന്നെത്താൻ ഞാൻ ഉപേക്ഷിക്കുകയാണ്. സന്തോഷത്തോടെ ഞാൻ വലിച്ചെറിയുകയാണ്. എൻ്റെ യേശുവിനോടുള്ള സ്നേഹത്തെ പ്രതി, എൻ്റെ യേശുവിനെ കണ്ടതുകൊണ്ട്, ഞാൻ യേശുവിൻ്റെ ശബ്ദം കേട്ടതുകൊണ്ട്, അവൻ എൻ്റെ പാപം ക്ഷമിച്ചു തന്നതുകൊണ്ട്, അവൻ എൻ്റെ ഭാരം ചുമക്കുന്നത് കൊണ്ട്, എനിക്ക് സമാധാനം തരുന്നത് കൊണ്ട്, എൻ്റെ ഉയരത്തിലേക്ക് എൻ്റെ ചിന്ത പോകുന്നത് കൊണ്ട്, ദൈവ സാന്നിധ്യം എനിക്ക് ലഭിക്കുന്നതുകൊണ്ട്, യേശുവിൻ്റെ കാൽവരി കുരിശിലെ ആ രക്തത്തിൻ്റെ വില ഞാൻ മനസ്സിലാക്കിയത് കൊണ്ട് എനിക്ക് ഒന്നും പേടിക്കേണ്ട കാര്യമില്ല. ദൈവത്തിന് സ്തോത്രം. അതാണ് തകർന്ന ഹൃദയം. ഒന്ന്, പാപബോധം കൊണ്ട് നമ്മൾ ഭാരപ്പെടുന്ന ഒരവസ്ഥ. രണ്ട്, ഇത് ചുമക്കാൻ കഴിയുന്ന ഒരു ക്രിസ്തുവിലുള്ള ആശ്രയം. അവിടെ തകർന്ന ഹൃദയം ആയിക്കഴിഞ്ഞു. ദൈവം മനസ്സിലായി കഴിഞ്ഞു. നുറുങ്ങിയ ഹൃദയം. ഞാനല്ലാതെ അവനെ സഹായിക്കാൻ വേറെ ആരുമില്ല. അവൻ്റെ പാപച്ചുമടി ചുമക്കാൻ എന്നെ കൊണ്ടല്ല വേറെ ആർക്കും കഴിയുകയില്ല. അവനെ സഹായിക്കാൻ എനിക്ക് മാത്രമേ കഴിയുള്ളൂ. അവൻ എങ്കിൽ ആശ്രയിച്ചിരിക്കുന്നു, എൻ്റെ കാൽച്ചൂട്ടിലേക്ക് വന്നിരിക്കുന്നു, അവൻ്റെ രക്തത്തിൽ ആശ്രയിച്ചിരിക്കുന്നു, എൻ്റെ ക്രൂശിനെ അവൻ വിശ്വസിക്കുന്നു. എൻ്റെ പ്രിയരെ, എന്നൊരു സത്യം അറിയാമോ? മനുഷ്യൻ്റെ പ്രാർത്ഥന സ്വർഗരാജ്യത്തിലേക്ക് ചെല്ലണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ രക്തം ആശ്രയിക്കുന്നതിൽ കൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്ന ഒരു പാപിയുടെ
ആ മുഖത്തെ പിതാവ് ആദരിക്കുന്നു. ഇല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഒരിക്കലും സ്വർഗത്തിലേക്ക് പോവുകയില്ല. യേശുക്രിസ്തുവിൻ്റെ രക്തത്തിൽ ആശ്രയിക്കുന്നവരുടെ പ്രാർത്ഥന മാത്രമേ സ്വർഗത്തിൽ പോവുകയുള്ളൂ. അതാണ് ഞാൻ പറഞ്ഞത്, വിശ്രമിക്കുക, ആശ്രയിക്കുക. ലൂക്കോസ് സുവിശേഷം 18-ാം അധ്യായത്തിനകത്ത് ഒരു സ്ത്രീയുടെ കാര്യം പറയുന്നുണ്ട്. ആ സ്ത്രീക്ക് എന്നാ പ്രശ്നം? വിധവയാണ്, ആശ്രയമറ്റവളാണ്. ഒരു ന്യായാധിപനുണ്ട്. ന്യായാധിപൻ്റെ അടുത്ത് ചെന്ന് അവിടെ പ്രശ്നം പറഞ്ഞു. ന്യായാധിപൻ തിരിഞ്ഞു നോക്കിയില്ല. അവസാനം മുട്ടിപ്പായിട്ടിങ്ങനെ ആ ന്യായാധിപനെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നവൾ ആ ന്യായാധിപൻ പറയാണ്, എനിക്ക് ദൈവത്തെ ഭയമില്ല, മനുഷ്യനെ ഭയമില്ല, പക്ഷെ ഞാൻ ഈ സ്ത്രീയെ ഭയപ്പെടുന്നു. കാരണം നിരന്തരം എന്നെ ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കുക. അവിടെ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ദൈവമോ രാപ്പകൽ തന്നോട് നിലവിളിക്കുന്നവരുടെ കാര്യത്തിൽ ദീർഘക്ഷമയുള്ളവനാകിയാൽ അവരെ വേഗത്തിൽ പ്രതിക്രിയ നടത്തുകയില്ലയോ. പ്രിയപ്പെട്ടവരെ, മുട്ടിപ്പായുള്ള പ്രാർത്ഥന, എനിക്കിത് തന്നേ പറ്റുള്ളൂ കർത്താവേ, ഞാൻ സ്വർഗത്തിൽ കടക്കുകയില്ല, അല്ലെങ്കിൽ എനിക്കൊരു ഈർഷ വന്നു. ഉടനെ വരുന്ന ചിന്തയാണ്, കർത്താവേ ഞാൻ സ്വർഗരാജ്യത്തിൽ പോകില്ല, ഈർഷയുണ്ട്. ഈ ഈർഷയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരു പിശാചന്റെ അകത്തുള്ളത് കൊണ്ടാണ്. വേറൊരാളുടെ ഹൃദയത്തിൽ പാപമുള്ളതുകൊണ്ടല്ല എനിക്ക് ഈർഷ വരുന്നത്. എൻ്റെ ജീവിതത്തിൽ പാപമുള്ളതുകൊണ്ടാണ് എനിക്ക് ഈർഷ വരുന്നത്. ഇവൻ എൻ്റെ ഹൃദയത്തിൽ ഇരിക്കാൻ പാടില്ല. ഇവൻ നാശയോഗ്യനാണ്, അറപ്പാനും മുടിക്കാനും മോഷ്ടിക്കാനും വന്നവനാണ്. ഇവനെ മാറ്റിയേ പറ്റുള്ളൂ, എന്നെ കൊണ്ട് സാധിക്കുകയില്ല. പക്ഷെ നിനക്ക് സാധിക്കും. നീ ഒന്ന് നോക്കിയാൽ മതി, നീ ഒന്ന് കരം നീട്ടിയാൽ മതി, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, അല്ല നീ മൗനമായിട്ടിരുന്നാൽ മതി. ഈ ബന്ധനം അഴിയും. നിന്റെ പരിശുദ്ധ രക്തം ഇവിടെ ഒന്ന് വീഴിക്കണം, ഈ വിഷയത്തൊന്ന് വീഴിക്കണം. ഈ ബന്ധനം എനിക്കൊന്ന് അഴിച്ചു തരണം. നിന്റെ ആത്മാവിനെ എൻ്റെ മേലെ അയക്കണം. വന്നത് ശരി, ഇനി മേലാൽ ഇത് വരാൻ പാടില്ല കർത്താവേ. ഇനി മേലാൽ ഈർഷ്യ എനിക്ക് വരാൻ പാടില്ല. ഇനി മേലാൽ ഈ കോപം വരാൻ പാടില്ല. ഇനി മേലാൽ ഈ അശുദ്ധ ചിന്ത വരാൻ പാടില്ല. അതെൻ്റെ നിർബന്ധമാണ്. ഇതാണ് ഈ മടുത്തു പോകാത്ത പ്രാർത്ഥന. നമ്മൾ പ്രാർത്ഥിക്കാൻ നേരം ഇതൊക്കെ പറയും. ദൈനംദിന ജീവിതത്തിനൊക്കെ ഈ പ്രാർത്ഥന വല്ലതും വരുമോ? നിങ്ങൾ ഓരോരുത്തരും ആലോചിച്ച് നോക്കി. തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നു. ഓഫീസ് പണി ആയിക്കോട്ടെ, പാടത്തെ പണി ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും പണി ആയിക്കോട്ടെ, തിരക്ക് പിടിച്ച പണിയാണ്. ഈ തിരക്ക് പിടിച്ച പണി എന്തിനാ? നിൻ്റെ ജീവിതത്തിലെ പാപം മാറുന്നില്ലെങ്കിൽ, ദൈവമായിട്ടുള്ള ബന്ധം നിനക്ക് ലഭിക്കുന്നില്ല. ഈ തിരക്ക് ആർക്ക് വേണ്ടി? ഈ തിരക്കിനകത്ത് പിശാച് കയറില്ലേ? തിരക്കിനിടയിലും കർത്താവേ, എൻ്റെ ആത്യന്തികമായ പ്രശ്നം ഈ പാപം മാറുക എന്നുള്ളതാണ്. എൻ്റെ ഉള്ളത്തിൽ നിന്ന് സാത്താൻ്റെ അവകാശം മാറുക എന്നുള്ളതാണ്. ഞാൻ തിരക്ക് പിടിച്ച് ജോലി ചെയ്തുകൊണ്ട് ഒന്നും കിട്ടില്ല. വൈകുന്നേരം ആകുമ്പോൾ ക്ഷീണിച്ച് വരുന്നല്ലാതെ വേറെ ഒരു പ്രയോജനമില്ല. ഈ തിരക്കിനിടയ്ക്ക് ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുകയാണ്, ഇതല്ല, തിരക്കല്ല എൻ്റെ വിഷയം, എൻ്റെ പാപം എനിക്ക് മാറിക്കിട്ടണം. അതാണ് ഈ മടുത്തു പോകാതെ പ്രാർത്ഥന എന്ന് പറയുന്നത്. നിങ്ങൾ കൂട്ടായ്മയ്ക്ക് വരുന്നവരല്ലേ അനേകരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങൾക്ക് ഇടയ്ക്ക് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇടയ്ക്കിടയ്ക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ പറ്റും. നിൻ്റെ ഉള്ളിൽ ആഗ്രഹമാണെങ്കിൽ, നിൻ്റെ ഉള്ളിൽ അത്യാവശ്യമാണെങ്കിൽ, തീർച്ചയായും നിൻ്റെ ആത്മാവ് നിന്നെ അതിലേക്ക് കൊണ്ടു നടക്കും. ഇന്ന് അനേകരം രാവിലെ പ്രാർത്ഥിക്കും, വൈകുന്നേരം പ്രാർത്ഥിക്കും, ഇടയ്ക്കില്ല, ഗ്യാപ്പാ. ശത്രുവിൻ്റെ കേളിരംഗമായി നമ്മുടെ ജീവിതം മാറുകയാണ്. ഇതിക്കൊളൊക്കെ എന്ത് ചെയ്യാന്നാണ് ചോദിക്കുന്നത്? അല്ല പ്രിയരെ, പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചാലുള്ള ഏറ്റവും വലിയ ഭാഗ്യം നമ്മുടെ ഹൃദയം ദൈവസന്നിധിയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും, എപ്പോഴും പോയിക്കൊണ്ടിരിക്കും. നമ്മുടെ അത്യാവശ്യങ്ങൾ ദൈവത്തോട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. കർത്താവേ, ഞാൻ തിരക്ക് പിടിച്ച് ജോലി ചെയ്യുന്നതൊക്കെ ശരിയാണ്, ഞാൻ കാറ് ഡ്രൈവ് ചെയ്യുന്നതൊക്കെ ശരിയാണ്, പക്ഷേ എൻ്റെ ആവശ്യം നീ മറന്നു പോകല്ലേ. ആ സ്ത്രീയോട് നീ പറഞ്ഞല്ലോ കർത്താവേ, വേഗത്തിൽ പ്രതിക്രിയ നടത്തി രക്ഷിക്കുമെന്ന് പറഞ്ഞ വചനം ഞാൻ മുറുകെ പിടിക്കുകയാണ്. എൻ്റെ പ്രശ്നം പരിഹരിച്ചേ പറ്റുകയുള്ളൂ. നീ ഒരടി പോകാൻ ഞാൻ നിന്നോട് സമ്മതിക്കത്തില്ല. നീ എൻ്റെ പാപം മാറ്റിത്തരണം. ഇതെനിക്ക് വേണ്ട കർത്താവേ. ഞാൻ ഉറക്കത്തിൽ ദുസ്വപ്നം കാണുന്നുണ്ടല്ലോ, അത് പറ്റില്ല കർത്താവേ. വന്നത് വന്നു, ഇനി അത് പറ്റില്ല. നിൻ്റെ രക്തം കൊണ്ടത് മാറുമെന്ന് എനിക്കറിയാം, പക്ഷേ ആളത്തം മാറണമെങ്കിൽ നിൻ്റെ ആത്മാവ് ഇറങ്ങണം. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അടാ പറയുന്നത് ഈ യെശയ്യാപ്രവചനം 26-ാം അധ്യായത്തിന് 3-ാമത്തെ വാക്യത്തിലുണ്ട്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകൊണ്ട് നീ അവരെ പൂർണ്ണ സമാധാനത്തിൽ കാക്കുന്നു. സ്ഥിരമാനസൻ, ഇത് വലിയ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മനസ്സ് ചഞ്ചലിക്കാൻ പാടില്ല. നമ്മൾ ദൈവത്തോടൊരു വാക്ക് പറഞ്ഞാൽ അത് ഉറപ്പേറിയ വാക്കായിരിക്കണം. അതിന് പിന്മാറാൻ പാടില്ല. ഒരു തീരുമാനം എടുത്തു, പിന്നെ വീഴുന്നു, ഒരു തീരുമാനം വീണ്ടും എടുക്കുന്നു. ഈ പരിപാടി അല്ല ക്രിസ്തീയ ജീവിതം. സ്ഥിരതയുള്ളവനാണ്. ദൈവത്തോട് വാക്ക് പറഞ്ഞത് ഞാൻ പാലിക്കും. ഞാൻ യാത്ര പറഞ്ഞത് ഒന്നും എൻ്റെ ജീവിതത്തിൽ ഞാൻ കടത്തുകയില്ല. കാരണം ദൈവത്തോടുള്ള സ്നേഹമാണ് അത് പറയിപ്പിക്കുന്നത്. അവരെ പൂർണ്ണ സമാധാനത്തിൽ നടത്തുമെന്നാണ് ദൈവം പറഞ്ഞിരിക്കുന്നത്. സ്ഥിരത, ചാഞ്ചാട്ടമില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തോട് വാക്ക് പറഞ്ഞാൽ അത് പാലിക്കും. അതെല്ലാം സ്നേഹമാണ് പ്രിയരെ. ആരെക്കാളും സ്നേഹിക്കാൻ കൊള്ളാവുന്നതിനാണെന്നുള്ള ഹൃദയത്തിൻ്റെ ബോധ്യം കിട്ടിയാൽ നമ്മൾ പിന്നെ പിന്മാറുകയില്ല, പിന്മാറ്റം വരില്ല. ദൈവത്തിന് സ്തോത്രം. പിന്മാറ്റം വരുന്നത് നമ്മുടെ ലാക്കും ലക്ഷ്യം ശരിയല്ലാത്തതുകൊണ്ടാണ്, ക്രിസ്തുവിനെ കാണാത്തത് കൊണ്ടാണ്. പ്രിയപ്പെട്ട പപ്പ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്, യേശു ക്രിസ്തുവിൻ്റെ മുഖം കണ്ടവർക്ക് പിന്നെ ലോകത്തിൽ ഏതെങ്കിലും കണ്ടാൽ ചാഞ്ചല്യം വരുമോന്ന്. ദൈവത്തിന് അന്ന് എനിക്ക് വില മനസ്സിലായില്ല, ഇന്നെനിക്ക് മനസ്സിലാവും. ക്രിസ്തുവിൻ്റെ മുഖം കണ്ടാൽ
പിന്നെ നമുക്ക് ലോകം ഒരു വിഷയമേ അല്ല. എല്ലാം ചപ്പെന്നും ചവറെന്നും എണ്ണും. 1. 2, ഈ ജീവിതം അവൻ്റെ കരങ്ങളിലേക്ക് അങ്ങ് കൊടുക്കും. ഒരു പ്രയാസവും. നമുക്ക് മനുഷ്യനാണെങ്കിൽ കൊടുക്കാൻ വല്ല പ്രയാസമുള്ള. പക്ഷേ ആൽബിങ്ങിനെ അവൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം എല്ലാം കൊടുക്കുക, കർത്താവിൻ്റെ കാൽപ്പാദത്തിൽ കൊടുക്കുക. വിശ്രമിക്കുമ്പോഴാണത് കിട്ടുന്നത്, ആശ്രയിക്കുമ്പോഴാണത് കിട്ടുന്നത്. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പൂർണ്ണ സമാധാനം തരാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കാത്തിരിക്കുന്നവരാണ് ഭാഗ്യശാലികൾ. അതും കാൽപ്പാദത്തിലാണ്. അവൻ്റെ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുകയാണ്. കാത്തിരിക്കുമ്പം ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കും, മകനെ, നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും ആ ഒരു പാപമുണ്ട്. നിൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും നിൻ്റെ ഹൃദയത്തിൻ്റെ ചായ്വ് ലോകത്തിലേക്കാണ്, ജഡ ഇമ്പങ്ങളിലേക്കാണ്. പണത്തിനോട് ഇപ്പോഴും നിനക്ക് താല്പര്യമുണ്ട്. നിൻ്റെ ഇഷ്ടം നടക്കണമെന്ന് നിനക്ക് വലിയ താല്പര്യമുണ്ട്. നീ അത് മാറ്റിയേ പറ്റുള്ളൂ. ഞാൻ നിനക്ക് ആത്മാവിനെ തരാം. ദൈവത്തിന് സ്തോത്രം. പരിശുദ്ധ ആത്മാവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ വിട്ടുപിരിയേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ദൈവം വ്യക്തമായി കാണിച്ചു തരും. എൻ്റെ ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, കാത്തിരിക്കാം. വിശ്രമത്തിൽ കൂടെ നമുക്ക് കാത്തിരുന്ന് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാം, ദൈവത്തെ പ്രസാദിപ്പിക്കാം. കുടുംബത്തിൽ സമാധാനം ലഭിക്കും, ആശ്വാസം ലഭിക്കും, നിത്യസൗഭാഗ്യത്തിലേക്ക് പോകാം. ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടാനിടയാകട്ടെ.